ഹേ ഗൈസ് വെൽക്കം ബാക്ക്. യെസ്, അങ്ങനെ നമ്മൾ രാവിലെ വർക്കിന് വന്നിട്ടുണ്ട്. സംഭവം നമ്മൾ പാസഞ്ചറെ പിക്ക് ചെയ്യാൻ വന്നേക്കുന്ന സംഭവം പാർട്ട് ടൈം വർക്കാണ് കേട്ടോ. പാസഞ്ചറെ പിക്ക് ചെയ്യാൻ നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രസ്റ്റീജിൻ്റെ ഒരു വില്ലെന്ന് കേട്ടോ. വൈറ്റ് ഫീൽഡ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വില്ലെന്ന് കേട്ടോ നമ്മൾ പാസഞ്ചറെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. സംഭവം കൊള്ളാം, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് അടിപൊളി വണ്ടിയൊക്കെ ആണല്ലോ. ഇവിടെ എല്ലാ വീട്ടിലും ഒരു പ്രീമിയം കാറും ഒരു സാധാ കാറും കാണും ഗൈസ്. ഈ വീട്ടിൽ കണ്ടില്ലേ, ഒരു ലെക്സസ് ഉണ്ട്, ഒരു റെനോൾട്ട് ഉണ്ട്. അപ്പുറത്തെ വീട്ടിലൊരു BMW ഉണ്ട്. അതേപോലെ എന്ത് വണ്ടി, ഹാരിയർ. അയ്യോ സോറി ഗൈസ്, സഫാരി. സംഭവം പടച്ചു. അയ്യോ ഇതല്ലേ എൻ്റെ മേഡത്തിൻ്റെ വീട്. അയ്യോ 30 പണ്ടാരടങ്ങാൻ 136 അടുത്തതാണ് ഗൈസ്. അടുത്തതാണ് നമ്മുടെ പാസഞ്ചർ വീട് 137. അപ്പോൾ ഗൈസ് എനിക്കിന്ന് മിക്കവാറും ഓടിക്കാൻ കിട്ടുന്ന വണ്ടി അതായിരിക്കും. ഹോണ്ടയുടെ ഏതോ ഒരു വണ്ടിയുടെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്കറിഞ്ഞൂടാ കേട്ടോ ഈ വണ്ടിയുടെ പേര്. പടച്ച്. ഗൈസ് അപ്പുറത്തെ വീട്ടിൽ BMW ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഈ വില്ലയൊക്കെ നൈസായിട്ടൊന്ന് ചുറ്റിക്കാണാം കേട്ടോ. സംഭവം ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ വീട് പോലെ ഉണ്ട് ഗൈസ്. ചെറിയ വീടല്ല, അത്യാവശ്യം വലിയ വീടുമല്ല, ഒരു മീഡിയം ടൈപ്പ് വീട്. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും പ്രീമിയം കാറില്ല കേട്ടോ, ചില വീട്ടിലൊക്കെ ഉള്ളൂ. നമ്മുടെ മേഡത്തിൻ്റെ വീട്ടിലെന്താണെങ്കിലും ആ ഒരു ഹോണ്ടയുടെ കാർ തന്നെ ഉള്ളൂ ഗൈസ്. അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങറ്റത്തേക്കുണ്ട് ഗൈസ്. ഇത് കുറേ ഉണ്ട്. ഇതിങ്ങനെ കുറേ ഏരിയയിലായിട്ട് വില്ലകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. പ്രസ്റ്റീജിൻ്റെ ഈ വില്ലയൊക്കെ വരുമ്പോൾ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെയാണ്. അപ്പം നമ്മുടെ മേഡത്തിൻ്റെ ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഇങ്ങനെയാണ് ഗൈസ് സ്കീം. കണ്ടല്ലോ നിങ്ങൾ, സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ ഗൈസ്. ഈ വീട്ടിലൊരു റെഡ് കളറിലെ കിടുക്കിനൊരു ബെൻസ് ഉണ്ട് കേട്ടോ. അത് പൊളിച്ച് നല്ലൊരു ബെൻസ്, സംഭവം സ്റ്റൈലായിട്ടുണ്ട്. ഏതാ സെറ്റപ്പ്. പിന്നെ നമ്മുടെ മേഡത്തിൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട്, പക്ഷേ വണ്ടി ഏതാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. നമ്മുടെ സമയമായിട്ടുണ്ട്, ആരും വന്നില്ല, നമുക്കവിടെ നിൽക്കാം. ഇതാണ് വീട് ഗൈസ്. അങ്ങനെ നമ്മൾ പാസഞ്ചർ എടുത്തിട്ട് ഇവിടെ മാന്യത ടെക് പാർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഹെബ്ബാൾ സൈഡ്. ഇവിടെ നമ്മൾ വണ്ടി ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ ഒരു 10:45 റീച്ചായി ഗൈസ്. സംഭവം ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളെ പാസഞ്ചർ 4 മണിയായിട്ടേ വിളിക്കത്തുള്ളൂ ഗൈസ്. അതുവരെ നമ്മളിവിടെ ഫ്രീ ആണ്. 10:45 തൊട്ടും 4 മണി വരെയൊക്കെ ഇവിടെ ചുമ്മാ ഇരിക്കാം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. മാന്യത ടെക് പാർക്ക് നമ്മുടെ ഫേമസ് ഒരു ടെക് പാർക്ക് കേട്ടോ, നമ്മുടെ ഹെബ്ബാൾ പോകുന്ന റൂട്ടുള്ള. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാന്യത ടെക് പാർക്ക് അത്യാവശ്യം വലിയ ഒരു ടെക് പാർക്ക് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പം നമുക്ക് പുറത്ത് ചായ കുടിക്കാനൊക്കെ പോകണമെങ്കിൽ വള്ളിയാണ് ഗൈസ്, ഒത്തിരി ദൂരമുണ്ട്. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇന്നോവയുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു താർ റോക്സ് ഉണ്ട് ഗൈസ്. ഈ താർ റോക്സിനകത്തിലൊരു സെറ്റപ്പ് പരിപാടിയുണ്ട് ഗൈസ്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വണ്ടിയിലുണ്ടോ ഗൈസ്, ഇവിടെ ഒരു ഒട്ടകമുണ്ട്. അതേപോലെ ഇവിടെ ഒരു താറ് കയറിപ്പോകുന്ന സംഭവമുണ്ട്, അത് പൊളിച്ച് ഗൈസ്. സംഭവം സ്റ്റോക്ക് വരുന്നതാണോ എന്തോ അറിഞ്ഞുകൂടാ. സംഭവം എന്താണെങ്കിലും സെറ്റായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു പെടപ്പം ഫോർച്യൂണർ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് ഒരു ഫോർച്യൂണർ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ നാട്ടിൽ പോയിട്ട് വീട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടാലോ? എങ്ങനെയുണ്ട് ഗൈസ്? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ? സംഭവം എന്താണെങ്കിലും നമ്മളിവിടെ ടെക് പാർക്കിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്താണെങ്കിലും വണ്ടിയിൽ കയറിയിരിക്കാം ഗൈസ് കുറേ നേരം. അത്യാവശ്യം നമ്മൾ വണ്ടി നൈസായിട്ടൊരു തണലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി കാണിച്ചു തരാം ഗൈസ്. ഈ വണ്ടി ബാക്കിൽ സീറ്റുണ്ട് കേട്ടോ ഇതിന്. ഈ വണ്ടിക്ക് നമുക്ക് ബാക്കിൽ സീറ്റുണ്ട്. വണ്ടിയുടെ മോഡൽ ഏതാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ സിവിക്കിനൊക്കെ കാണുന്ന പോലത്തെ ഏകദേശം അതുപോലത്തെ ഒരു സ്റ്റിയറിംഗ് വീല്. കഴിഞ്ഞ ദിവസം ഞാൻ സിവിക്ക് ഓടിച്ച് ഗൈസ്, അത് കിടുക്കനായിരുന്നു. പോളപ്പം എനിക്ക് ഇതുവരെ ഓടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. പിന്നെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഗൈസ്. ഈ ഓട്ടോമാറ്റിക് വണ്ടിയായിട്ട് ഞാൻ ആലോചിക്കുന്നത് പുള്ളിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നാൽ പോരുന്നത്, എന്തിനാണ് ഡ്രൈവറെ വെക്കുന്നത്? സംഭവം എന്നാണെങ്കിലും ഇതാണ് ഗൈസ് വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഴയ സിസ്റ്റമാണ്, ബ്ലൂടൂത്ത് ഉണ്ടോ എന്തോ. പിന്നെ ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. പുറത്തോട്ടേ ഉള്ളൂ ഗൈസ്, അകത്തോട്ടില്ല. ബാക്കിലും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി എന്താണെങ്കിലും മാന്യത ടെക് പാർക്കിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഇടയ്ക്ക് നൈസ് ഒരു പണി കിട്ടി ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. ഫോണിൻ്റെ ചാർജ് തീർന്നിട്ട് ഈ വണ്ടിയിലാണെങ്കിൽ ഫോൺ കുത്തിയിടാനുള്ള സെറ്റപ്പില്ലായിരുന്നു ഗൈസ്. ഫോണ് കുത്തുന്ന സ്ലോട്ട് വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ ഞാനിവിടെ അടുത്തൊരു കുട്ടനാട റെസ്റ്റോറൻറ്റിൽ പോയി ബിരിയാണിയും കഴിച്ച് അവിടുന്ന് ഫോണും ചാർജ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. സംഭവം ബോറടിച്ച് ചെറിയ ബോറടിയൊക്കെ ഉണ്ട്. ഞാനിവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ IT പാർക്കിൽ മെക്ഡോണൽഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മെക്ഡോണൽഡ്സും സബ്വേയും നമുക്ക് ആവശ്യമുള്ള എന്ത് കട വേണേലും ഇവിടെ ഉണ്ട് കേട്ടോ. റേഷൻ കട ഒഴിച്ച്. സംഭവം എന്താണെങ്കിലും ഞാൻ ഇവിടെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടോ നോക്കട്ടെ ഗൈസ്. നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ ഇതിലിങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇതൊന്നും വേണ്ട ഗൈസ്. ഐസ്ക്രീമാണ് എനിക്കിപ്പം വേണ്ടത്.
ഗൈസ് ഐസ്ക്രീം ഇല്ലല്ലോ, പണിപാളിയെന്ന് തോന്നുന്നു. നോക്കട്ടെ ഗൈസ്, ഞാൻ തപ്പി നോക്കട്ടെ. നമ്മളിവിടെ IT പാർക്കിലെ മെക്ഡോണൾഡ്സിൽ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം സൂപ്പർ സാധനം. സംഭവം നമ്മളിവിടുന്ന് മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇടയൊക്കെ ഉണ്ട് കേട്ടോ. കഴിച്ചു നോക്കട്ടെ. അങ്ങനെ അവിടുന്ന് ഐസ്ക്രീം കഴിച്ചിട്ടിറങ്ങി ഇവിടെയൊക്കെ നൈസായിട്ട് നടന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നടന്നാലും തീരാത്ത പോലെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹിൽട്ടൻ്റെ എന്തോ സംഭവമാണ് ഗൈസ്, അതിവിടെ ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ഇതാ അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ല, ടോട്ടൽ ബിസിനസ് എക്കോസിസ്റ്റം എന്ന്. അപ്പോൾ ഞാനിവിടെ നൈസായിട്ട് കുറച്ച് നേരം നിൽക്കാമെന്ന് ഓർത്ത് ഗൈസ്. ഇനി ഇവിടെ നിന്നിട്ട് നമ്മളെങ്ങാനും ബിസിനസ്സുകാരനായാലോ. ഗൈസ്, നമ്മുടെ ബാംഗ്ലൂരുള്ള കുറേ IT പാർക്കുകളിലൊക്കെ ഇല്ലേ സംഭവം, ഇന്ത്യയിലില്ലാത്ത കുറേ കമ്പനികളുടെ ഓഫീസാണ് ഇവിടെ കാണുന്നത്. കൂടുതലും വാൽമാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനി ഉണ്ട് ഗൈസ്. അതെനിക്ക് തോന്നുന്നു അമേരിക്കയിലൊക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെയൊക്കെ ഓഫീസ് ഇവിടെയുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് സായിപ്പന്മാരും വന്നിരുന്ന് വർക്ക് ചെയ്യുന്നു. പിന്നെ അവർക്ക് അവിടെ തന്നെ ഓഫീസ് വെച്ചുകൂടെ, എന്തിനിവിടെ വെക്കണം? അതാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത്. സംഭവം ഞാനിവിടെ ഒരു വെയിറ്റ് ഷെഡിൽ വന്നിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുക കേട്ടോ. ഇവിടെ പല സ്ഥലത്ത് മാറി ഇരുന്നു. 4 മണി വരെ ഇരിക്കണ്ടേ. ഇപ്പോഴത്തെ സമയം 2 മണി ആവാനായിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിവിടുത്തെ ഓരോ കമ്പനികൾ നിങ്ങളെ കാണിച്ചു തരാം. അതൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഓരോ കമ്പനികളുടെ പേരാണ്. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കമ്പനികളുടെ പേരാണോ അതോ ആ ബിൽഡിങ്ങുകളുടെ പേരാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ആട്ടെ, സംഭവം ഒന്നും കൊള്ളാം ഗൈസ്. ഇവിടെ ഒരു എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്. ഇത് കയറി നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വൈബ് സ്ഥലമായിരിക്കുമെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും മുകളിലോട്ട് കയറി നോക്കാം. ഇത് വർക്കല്ലല്ലോ, ഫോണില്ലേ ഇത്, പോയി നോക്കട്ടെ. ഗൈസ്, ഇത് വർക്കിംഗ് അല്ല. അപ്പുറത്ത് നോക്കട്ടെ, ഇത് വർക്കിംഗ് ആണോ അല്ലേ? ഗൈസ്, പറ്റിച്ചു നമ്മളെ. നമുക്കിനി നടുക്കത്തെ സ്റ്റെപ്പ് കയറി പോവാം. സ്റ്റെപ്പ് കയറി മുകളിൽ എത്തുമ്പോഴത്തേക്ക് നല്ല പൊളപ്പ് കാഴ്ച കാണാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം ഗൈസ്, എന്താവും അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന്. ഗൈസ്, ഇതാണ് മാന്യത ടെക് പാർക്ക്. ഗൈസ്, നിങ്ങൾ IT കാരാണെങ്കിൽ കോർമംഗലയിലും അതേപോലെ കോർമംഗലയൊക്കെയുള്ള IT പാർക്കിൽ വർക്ക് ചെയ്യാതെ ഇവിടെ വരും ഗൈസ്. ഏറ്റവും കൂടുതൽ IT പാർക്ക് ഉള്ളത് നമ്മുടെ ബെല്ലണ്ടൂരാണ്. ബെല്ലണ്ടൂർ അത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു IT പാർക്ക് ഇതാണ്. ബെല്ലണ്ടൂരുള്ള എംബസി ടെക് വില്ലേജ് എന്ന് പറയുന്ന ഒരു IT പാർക്കാണ് ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും വലുത്. പിന്നെ ഇതും വലുതാണ് കേട്ടോ. സംഭവം കൊള്ളാം, കളറായിട്ടുണ്ട്. നമ്മളവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മളെ സെക്യൂരിറ്റി ബ്ലഡി തെണ്ടി പറഞ്ഞു വിട്ടു ഗൈസ്. അപ്പം നമ്മൾ വീണ്ടും നൈസായിട്ട് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മളെ ടാസ്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. സംഭവം 4 മണി ആവാനായിട്ടുണ്ട്. സംഭവം വലിയ ടാസ്ക് ഒന്നും ഇല്ല, ഇവിടെ വെറുതെ ഇരുന്നാൽ മതി ഗൈസ്. പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് നൈസ് ഒരു പണി കിട്ടി ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു നമ്മുടെ വൈറ്റ്ഫീൽഡ് നെല്ലൂർ ഹള്ളിയിൽ നിന്ന്. ഞാനവിടെ പോയപ്പോഴത്തേക്ക് നമുക്ക് വോൾക്സ്വാഗൻ്റെ പോളോയുടെ കാറായിരുന്നു. എനിക്കാണെങ്കിൽ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു പോളോ ഓടിക്കണമെന്നുള്ളത്. അങ്ങനെ പാസഞ്ചർ വോൾക്സ്വാഗൻ്റെ കീ തന്നപ്പോൾ നമ്മൾ ചാടിക്കയറി ഓടിപ്പോയി എടുത്ത് വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഗിയർ ലെവറില്ല ഗൈസ്, റിവേഴ്സ് ഫസ്റ്റ് ഇടുന്ന പോലെ മേപ്പോട്ട്. അപ്പോൾ സാധാരണ നമ്മുടെ ഹുണ്ടയുടെ കാറിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു സ്വിച്ച് മുകളിലോട്ട് വലിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇടുന്ന പോലെ ഇച്ചിരി വൈഡായിട്ട് പോയിട്ട് മുമ്പോട്ട് ഇടുക. ഇതിൽ ഞാൻ നോക്കിയിട്ട് സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല, എങ്ങനെ ഇടുന്നതെന്ന് എനിക്ക് പിടുത്തമില്ല. അങ്ങനെ ഞാൻ പാസഞ്ചറുടെ തന്നെ ചോദിച്ചു ഇതെങ്ങനെയാണ് റിവേഴ്സ് ഇടുകയെന്ന്. അപ്പോൾ ആ ബ്ലഡി തെണ്ടി ഒരു കള്ളക്കളവൻ, അയാളാണെങ്കിൽ വൻ മുടയിറക്ക്. അയാൾ ഭയങ്കര സീനാക്കി കേസ്. അയാൾ നീ ഇത് ഓടിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഓടിക്കും, പേടിക്കേണ്ട, നിങ്ങൾ കയറിക്കും, എനിക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സംഭവം അറിഞ്ഞൂടാ. ഞാൻ പിന്നെ പോളോ ഓടിച്ചിട്ടുള്ള ഏതെങ്കിലും കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചിട്ട് പോകുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ എനിക്ക് എത്ര എന്താലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. ഇത് അത്രയൊക്കെ നമ്മൾ നോക്കിയിട്ടും റിവേഴ്സ് ആക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ പിന്നെ ഞാനൊരു സിഗ്നലിൽ കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അറിയാതെ കൈ തട്ടിയപ്പോഴത്തേക്ക് അത് അകത്തോട്ട് പോയി കേസ്. ഇതിങ്ങനെ ഗിയർ ഇങ്ങനെ നമ്മൾ താഴുന്നു ഗിയർ. അപ്പോൾ സംഭവം എനിക്ക് എത്തി. സംഭവം താത്തിട്ടാണ്, കുറച്ച് താക്കുന്നു, ഇങ്ങനെ വൈഡാക്കുന്നു ഫസ്റ്റ്. അങ്ങനെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പാസഞ്ചറെ കൊണ്ടിട്ടിട്ടുണ്ട്. മുമ്പേ ഞാൻ പോളോയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പാസഞ്ചർ കയറി വന്ന് കഴിച്ചു. സംഭവം ഇന്നത്തെ വർക്ക് നൈസായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഒരു 22 കിലോമീറ്റർ ഇവിടുന്ന് ഹെബ്ബാൾ പോയി. അവിടെ നമ്മൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു, പാസഞ്ചറെ കൊണ്ടുവിട്ടു. 950 രൂപ. പിന്നെ വെറുതെ പൈസ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ് കേസ്. ഈ ജോബ് ഹൈലി റെക്കമെൻഡഡ്. ബാംഗ്ലൂർ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോബാണ് കേട്ടോ. ബാംഗ്ലൂർ സ്റ്റുഡൻസിന് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേസ്. പിന്നെ നിങ്ങൾ ജോബിന് ജോയിൻ ചെയ്യുമ്പം നല്ലോണം ഗിയർ മാറ്റാനൊക്കെ പഠിച്ചിട്ട് പോവുക. കഴിഞ്ഞ ദിവസം ഞാൻ പോളോയുടെ ഗിയർ മാറ്റാൻ അറിയാൻ ആ പാസഞ്ചർ കുറച്ച് ചൊറ വയ്ക്കുക. എന്നാലും നമ്മൾ നൈസായിട്ടത് മാനേജ് ചെയ്തു. പിന്നെ എനിക്ക് നാക്ക് കിട്ടി കേസ്. അറിയാതെ ഞാൻ അതിൽ പ്രസ് ചെയ്തപ്പോൾ അത് താന്നുപോയി. പക്ഷേ കാണുമ്പോൾ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു ഗിയർ. പിന്നെ മനസ്സിലായത് പ്രസ് ചെയ്ത് താപ്പോട്ടാക്കിയിട്ട് ഗിയർ ഇടുക എന്ന്. അപ്പോൾ അതെന്താണെങ്കിലും അങ്ങനെയുള്ള ഇടയ്ക്ക് ഓരോ ചെറിയ പോസ്റ്റ് കിട്ടും. ചിലപ്പം വള്ളി പാസഞ്ചേഴ്സ് വരൽ കുറവാണ്. എല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് പാസഞ്ചേഴ്സ് തന്നെയാണ് വരൽ. പിന്നെ അപൂർവമായിട്ട് ചില വള്ളി പാസഞ്ചേഴ്സും വരും. പിന്നെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ മാത്രമേ ഈ ജോബ് സെറ്റായിട്ടുള്ളൂ. ഓക്കെ,
പിന്നെ ഇതിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലാത്തവർക്കാണെങ്കിൽ എപ്പോഴും നല്ല ഓട്ടം കിട്ടത്തില്ല കേസ്. പിന്നെ ഇതിൻ്റെ അകത്തിൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ഒരു കാര്യം, നിങ്ങൾ ആദ്യം കുറച്ച് നാൾ ഇതിൽ ഓരോ ട്രിപ്പ് എടുത്തിട്ട് ആ പാസഞ്ചറുടെ അടുത്ത് നൈസായിട്ട് കമ്പനിയായിട്ട് പറയണം. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഡയറക്റ്റ് വിളിച്ചാൽ മതി, ആപ്പിലൂടെ ബുക്ക് ചെയ്യണമെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവിൻ്റെ ആപ്പ് കുറേ അവരുടെ കമ്മീഷൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് പിടിച്ചു പോകും കേസ്. അപ്പോൾ അത് നമ്മൾ വെറുതെ കൊടുക്കണ്ടല്ലോ. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ അതാണ് കേസ് ലാഭം. ഒരു പ്രാവശ്യം നിങ്ങൾ ഡ്രൈവിൽ ഓടിയിട്ട് ആ പാസഞ്ചറായിട്ട് കമ്പനി ആവുക. അവർ മലയാളികളെ ആണെങ്കിൽ പിന്നെയും വിളിക്കും. ഇവിടുത്തെ കന്നഡക്കാരെ അവർക്കിഷ്ടമല്ല കേസ്. ഇതിൽ വിളിക്കുന്ന കൂടുതൽ ഹിന്ദിക്കാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും. ഇവിടുത്തെ ആൾക്കാരൊന്നും അവർക്കങ്ങനെ, ഇവിടുത്തെ ആൾക്കാർ ചൊറയാ. അപ്പം അങ്ങനെയൊക്കെയാണ് കേസ്. ഞാനിപ്പോൾ എന്താണെങ്കിലും റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ വൈറ്റ്ഫീൽഡ് നെക്സസ് മാളിൻ്റെ അടുത്താണ്. ഇനി ഒരു ബൈക്കിൽ ഒരു ഊബർ വിളിക്കണം. നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങണം കേസ്. ഫ്ലാറ്റിൻ്റെ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റുകൾക്കകത്തേക്ക് നമുക്ക് ഊബർ ബുക്ക് ചെയ്ത് വരണമെങ്കിൽ വില്ല നമ്പർ പറയണം. നമുക്കിവിടെ വില്ല ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വരെ എന്താണെങ്കിലും നടന്നു പോയേ പറ്റുള്ളൂ. പിന്നെ പോയിട്ട് എന്താണ്, അത്രയൊക്കെയാണ് കേസ്. കേസ് പിന്നെ ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. പിന്നെ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപ കിട്ടുന്നതായിരിക്കും. കോഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കോഡടിക്കുക, 100 രൂപ സെറ്റ് ചെയ്യുക, പൊളിക്കുക. നിങ്ങൾ ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ മാത്രം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ അതിൽ മാസം 250 രൂപ റീചാർജ് ഉണ്ട്, അത് വെറുതെ പോകും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് നടന്നു പോകും ഗൈസ്. ഞാൻ പുതിയൊരു ശീലം തുടങ്ങി, ഞാൻ അങ്ങനത്തേക്കും കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നടന്ന് അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഗേറ്റ് എത്താനായിട്ടുണ്ട്. ബാക്കിലോട്ട് കുറേ ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് വരണം. കുഴപ്പമില്ല, അത്യാവശ്യം പീസായിട്ടുള്ള ശാന്തമായ സ്ഥലം. കണ്ടില്ലേ എന്താ ഒരു ക്ലൈമറ്റ് ഗൈസ്. ബാംഗ്ലൂർ ഇപ്പോൾ അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. നല്ല തണുത്തിട്ടൊരു ചിൽഡ് ക്ലൈമറ്റ്. ബാംഗ്ലൂരിൻ്റെ തനതായ ഒറിജിനൽ ക്ലൈമറ്റ് ഗൈസ്. ഇത്ര നാളും ചൂട് ഡ്യൂപ്ലിക്കേറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് തനതായ ബാംഗ്ലൂരിൻ്റെ ക്ലൈമറ്റ് വരുന്നത്. സംഭവം എന്താണെങ്കിലും ഊബർ വിളിക്കട്ടെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു ശീലം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ഈ അന്തരീക്ഷമൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. സംഭവം നമ്മൾ നൈസായിട്ടൊരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.